നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സേഫ്റ്റി ഇൻ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ആർക്ക് വെൽഡിംഗ് സമയത്ത് ഒരു വെൽഡർ ആ വെൽഡിംഗ് സാഹചര്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ആർക്കിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ്, അതുപോലെ ഇൻഫ്രാറെഡ് റൈസ്, എക്സസീവ് ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ, അതുപോലെ ഹോട്ട് ജോബ്സുമായി കോണ്ടാക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇലക്ട്രിക് ഷോക്ക്, അതുപോലെ നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പുക, അതുപോലെ വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തെറിച്ച് വരുന്ന സ്ലാഗ് പാർട്ടിക്കിൾസ്, അതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ടൂളുകളോ മറ്റോ കാലിലേക്ക് വീഴുമ്പോണ്ടാകുന്ന തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ, ഇതെല്ലാം ഒഴിവാക്കുന്നതിനായിട്ട് ഒരു വെൽഡർ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കേണ്ട സേഫ്റ്റി അപ്പാരൽസ് ആൻഡ് ആക്സസറീസിനെ കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് ഈ കാണുന്നതാണ് അപ്പാരൽസ് ആൻഡ് ആക്സസറീസ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ധരിക്കുന്നത്. അതായത് സേഫ്റ്റി അപ്പാരൽസ് എന്ന് പറയുന്ന ലെതർ ആപ്രൺ, ലെതർ ഗ്ലൗസ്, ലെതർ കേപ്പ് വിത്ത് സ്ലീവ്സ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂസ്. അതല്ലാതെ വരുന്ന ആക്സസറീസിൽ ഹാൻഡ് സ്ക്രീൻ, അഡ്ജസ്റ്റബിൾ ഹെൽമെറ്റ്, പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീൻസ്, ചിപ്പിംഗ് ഓർ ഗ്രൈൻഡിങ് ഗോഗിൾസ്, റെസ്പിറേറ്റർ ആൻഡ് എക്സോസ്റ്റ് ഡക്റ്റിംഗ്. അപ്പോൾ ഇതെല്ലാം ഒരു വെൽഡിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ധരിക്കേണ്ടതും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ഉണ്ടാവേണ്ടതുമായ കാര്യങ്ങളാണ് സേഫ്റ്റിക്ക് വേണ്ടി. ഇതൊരു ലെതർ ആപ്രനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മുൻഭാഗത്തെ നെഞ്ച് മുതൽ ഇങ്ങോട്ട് താഴോട്ട് ഒരു ഏരിയ വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലെതർ ആപ്രൺ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഹീറ്റ് റേഡിയേഷൻ, അതുപോലെ ഹോട്ട് സ്പാറ്റേഴ്സ്, ഹോട്ട് സ്ലാഗ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നമ്മൾ ചിപ്പ് ചെയ്യുമ്പോൾ തെറിക്കുന്ന ഹോട്ട് പാർട്ടിക്കിൾസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ മുൻഭാഗത്ത് തട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ലെതർ ആപ്രൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ കാണുന്നൊരു ലെതർ ഗ്ലൗസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഹീറ്റ് റേഡിയേഷൻ ആയാലും ഹോട്ട് സ്പാറ്റേഴ്സ് ആയാലും ഹോട്ട് സ്ലാഗ് പാർട്ടിക്കിൾസ് ആയാലും ചിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോട്ട് പാർട്ടിക്കിൾസ്, എന്ത് തന്നെ ആയാലും നമ്മളിത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഏറ്റവും അടുത്ത് വരുന്നത് കൈകളാണ്. അപ്പോൾ കൈകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലെതർ ഗ്ലൗസ്. ഈ കാണുന്നതാണ് കേപ്പ് വിത്ത് സ്ലീവ്സ്. അതായത് ഇത് താഴോട്ടില്ല, ചെസ്റ്റിൻ്റെ മേലേക്കാണ് അത് നിൽക്കുന്നത്. പിന്നെ സ്ലീവ്സ്, കൈയിൻ്റെ മേലേക്കുള്ള സ്ലീവ്സും. അതായത് നമ്മളിപ്പോൾ ആപ്രോൺ ധരിച്ചാൽ പോലും ആപ്രോണിൻ്റെ മേൽഭാഗത്തേക്ക് ഷോൾഡർ, നെക്ക്, അതുപോലെ ഗ്ലൗവിന് ശേഷമുള്ള കൈയിൻ്റെ ഭാഗങ്ങൾ, ആം, അതുപോലെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കേപ്പ് വിത്ത് സ്ലീവ്സ് ധരിക്കുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂസാണ്. ഇത് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സാധാ ഷൂസും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂസും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടും കാണിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ ഒരു ഷൂ ആണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ നമുക്ക് ഫോളിങ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വീഴുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ മേൽഭാഗത്തായിട്ട് ഇഞ്ചുറി സംഭവിക്കും. അതുപോലെ തന്നെ ആണി പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാലിലേക്ക് കുത്തിക്കയറാനുള്ള സാധ്യതകളുണ്ട്. കാൽപാദത്തിൻ്റെ പുറകുവശത്ത് മുറിവുകൾ ഉണ്ടാവാനായിട്ട്, ഇതുപോലെ കാണുന്ന പോലെ മുറിവുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂസ് ആണെങ്കിൽ നമ്മുടെ കാൽപാദത്തിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു സ്റ്റീൽ ടോ ക്യാപ്പ് അതിൻ്റെ അകത്ത് നൽകിയിരിക്കും. അതുകൊണ്ട് തന്നെ ഭാരമുള്ള വസ്തുക്കൾ വീണാൽ പോലും നമ്മുടെ കാലിന് ഇഞ്ചുറി ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോളിനകത്തായിട്ടൊരു സ്റ്റീൽ ഇന്നർ സോൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നെയിൽ പോലുള്ള സാധനങ്ങൾ പെനട്രേറ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഔട്ടർ സോൾ എന്ന് പറയുന്നത് ഓയിൽ റെസിസ്റ്റൻ്റ് ആണ്, സ്ലിപ്പാവാതെ നോക്കും, ഇലക്ട്രിക് ഷോക്ക് പ്രൂഫാണ്. അടുത്തത് ആർക്ക് റേഡിയേഷനിൽ നിന്നും സ്പാർക്കിൽ നിന്നും കണ്ണിനെയും മുഖത്തേനും സംരക്ഷിക്കുന്നതിനായിട്ട് വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻസും അതുപോലെ വെൽഡിംഗ് ഹെൽമെറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു വെൽഡിംഗ് ഹാൻഡ് സ്ക്രീനാണ്. ഹാൻഡ് സ്ക്രീൻ എന്ന് പറയാൻ കാരണം നമ്മുടെ ഇത് മുഖത്തേക്ക് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹാൻഡിൽ നൽകിയിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന ഒരു വെൽഡിംഗ് ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് തലയിലേക്ക് കൃത്യമായി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹാൻഡ് സ്ക്രീൻ ആയാലും ഹെൽമെറ്റ് ആയാലും നമുക്കതിലൂടെ വെൽഡിംഗ് നടക്കുന്നത് കാണണം. അതിന് വേണ്ടിയിട്ടൊരു സ്ക്രീൻ കൊടുത്തിരിക്കും. ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിർമ്മിക്കുന്നത് നോൺ റിഫ്ലക്റ്റീവ്, നോൺ ഫ്ലെയിമബിൾ, ഇൻസുലേറ്റഡ്, ഡൾ കളേർഡ് ലൈറ്റ് മെറ്റീരിയൽ വിത്ത് കളേർഡ് ഗ്ലാസസ് ആണ്. അതായത് 2 പ്ലെയിൻ ഗ്ലാസ്സുകൾ പുറമെയും അതിൻ്റെ ഇടയ്ക്കൊരു കളേർഡ് ഫിൽട്ടർ ഗ്ലാസും, അതാണ് ഉള്ളിലുള്ളതാണ് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഫിൽട്ടർ ഗ്ലാസ് ആണ് ഇവിടുത്തെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. കളേർഡ് ഗ്ലാസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ക്ലിയർ ഗ്ലാസ് നൽകുന്നുണ്ട്. ഇത് വെൽഡ് സ്പാറ്റേഴ്സിൽ നിന്നും ഈ കളേർഡ് ഗ്ലാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കളേർഡ് ഗ്ലാസസ് എന്ന് പറയുന്ന ഈ ഫിൽട്ടർ ഗ്ലാസ്സുകൾ
പലതരത്തിലുള്ള ഷെയ്ഡുകളാണ് നിർമ്മിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെൽഡിംഗ് കറൻറ്റിനനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് റെക്കമെൻഡേഷൻസ് ഓഫ് ഫിൽട്ടർ ഗ്ലാസസ് ഫോർ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഒരു കോളത്തിൽ ഷെയ്ഡ് നമ്പർ ഓഫ് കളേർഡ് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കോളത്തിൽ റേഞ്ച് ഓഫ് വെൽഡിംഗ് കറൻറ്റും പറഞ്ഞിട്ടുണ്ട്. അതായത് ഷെയ്ഡ് നമ്പർ 8 to 9 ഉപയോഗിക്കുന്നത് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് അപ് ടു 100 ആംപിയർ വരെയാണ്. അതുപോലെ 10 to 11 കളേർഡ് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് 100 to 300 ആംപിയർ കറൻറ്റിനാണ്. ആ റേഞ്ച് കറൻറ്റിനാണ് അത് ഉപയോഗിക്കുന്നത്. 12 to 14 നമ്മൾ ഗ്ലാസസ് ഉപയോഗിക്കുന്നത് എബവ് 300 ആംപിയർ കറണ്ട് റേഞ്ചിലാണ്. അടുത്ത് നമ്മൾ പറയുന്ന ഒരു ആക്സസറി എന്ന് പറയുന്നത് പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീൻസ് ആണ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന ആ പ്രത്യേക ഏരിയ ഒന്ന് സെപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻസ് ഉപയോഗിക്കുന്നത്. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വർക്കർക്ക് ഈ ആർക്ക് ഫ്ലാഷസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനൊക്കെ ഇത് സഹായിക്കും. അടുത്ത ആക്സസറി ചിപ്പിംഗ് ഗോഗിൾ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഗോഗിൾ എന്ന് പറയുന്ന പ്ലെയിൻ ഗ്ലാസ് ഉള്ള ഗോഗിൾസാണ്. ഇത് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെൽഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കേസുകളിൽ ചിപ്പിംഗ് നടത്തുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഗ്രൈൻഡിങ് ജോബുകൾ ചെയ്യുമ്പോൾ എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് കണ്ണിലേക്ക് വന്ന് വീഴാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് ബാക്ക് ലൈറ്റ് കൊണ്ടാണ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ ഗ്ലാസ്സുകളാണ് ഉണ്ടാവുക. ഒരു ഇലാസ്റ്റിക് ബാൻഡ് അത് നമ്മുടെ ഹെഡിൽ കൃത്യമായി ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലാസ്റ്റിക് ബാൻഡും ഉണ്ടായിരിക്കും. അടുത്തെന്ന് പറയുന്നത് റെസ്പിറേറ്റർ ആൻഡ് എക്സോസ്റ്റ് ഡക്റ്റിംഗ് ആണ്. വെൽഡിംഗ് നടക്കുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് അതുപോലെ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്മോക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് നോൺ ഫെറസ് ആയിട്ടുള്ള ബ്രാസ് പോലെയുള്ള സാധനങ്ങൾ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മളൊരു റെസ്പിറേറ്റർ ഉപയോഗിക്കും നമുക്ക് ശ്വാസം കൃത്യമായിട്ട് എടുക്കുന്നതിനായിട്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഡക്റ്റിംഗ്, ഇവിടെ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് ആണ് 2 വലിയ ഹോസുകൾ അവിടെ വന്ന് നിൽക്കുന്നത്. അവിടെയുള്ള ആ ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് എല്ലാം തന്നെ അതിലൂടെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയും. അതാണ് എക്സോസ്റ്റ് ഡക്റ്റിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ വെൽഡർ അൺകോൺഷ്യസ് ആവുക. അൺകോൺഷ്യസ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീഴുകയാണ് ചെയ്യുക. വീഴുന്ന സമയത്ത് ഹോട്ട് ആയിട്ടുള്ള സാധനമാണ് ഫ്രണ്ടിലിരിക്കുന്നത്, അതിൻ്റെ മേലേക്ക് വീണാൽ അപകടമാണ്. ഇനി അതല്ലാതെ നിലത്തേക്ക് വീണാൽ അപകടമാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിനാണ് ഈ റെസ്പിറേറ്റർ ആൻഡ് എക്സോസ്റ്റ് ഡക്റ്റിംഗ് ചെയ്യുന്നത്.